നൂറനാട് പടനിലം പരബ്രഹ്മ ക്ഷേത്രത്തിലെ മഹാശിവരാത്രി ആഘോഷത്തിനോടനുബന്ധിച്ചുള്ള അവലോകന യോഗം നടത്തി. MS അരുൺകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. നൂറനാട് പടനിലം പരബ്രഹ്മ ക്ഷേത്രത്തിലെ മഹാശിവരാത്രിയോടനുബന്ധിച്ച് അവലോകന യോഗം നടന്നു. മാവേലിക്കര MLA MS അരുൺകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. മാവേലിക്കര മണ്ഡലത്തിൽ നമ്മൾ BMTC ചെയ്യാൻ ഉള്ളത് 5 കിലോമീറ്റർ മാത്രമാണ്. ബാക്കി മുഴുവൻ റോഡുകളും BMTC നിലവാരത്തിലേക്ക് മാറി. നമ്മുടെ ഉത്സവം 10 ദിവസമാണ്. പക്ഷെ നമ്മുടെ റോഡുകൾ നമുക്ക് എല്ലാ കാലവും വേണ്ടതാണ്. അതേതായാലും നമ്മുടെ KSB ലൈൻ കൊണ്ട് 2 ക്ഷേത്രത്തിൻ്റെ ഭാരവാഹി കേസ് നടന്നുകൊണ്ടിരിക്കുക. പൈസ അടച്ചിട്ട് പ്രശ്നം മറ്റു രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. മാവേലിക്കര മണ്ഡലത്തിൽ തന്നെയുള്ളൂ. ചില ആളുകൾ ചില സമയത്ത് വൈകാരികമായി ചില ഇടപെടൽ നടക്കും. അത് നമ്മുടെ ഗവൺമെന്റിന്റെ ചില വകുപ്പുകളുമായി ബന്ധപ്പെട്ട കേസുകളുണ്ടാകും. അതിനകത്ത് കൂലി വരാൻ പിന്നെ കുടുംബ നശിപ്പിക്കലുമായി ബന്ധപ്പെട്ട് PDPP ആക്ടൊക്കെ വരുന്ന ആ രീതിയിലേക്ക് പോകുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പം അതൊക്കെ അത് നമ്മൾ ഓരോ കാലഘട്ടം കഴിയുമ്പോൾ വ്യത്യസ്തമായ നിലയിൽ ചിന്തിച്ചുകൊണ്ടേയിരിക്കും. നേരത്തെ സമരത്തിന് പോകുന്നത് നമ്മൾ KSRTCക്ക് കല്യാണം കഴിഞ്ഞാൽ കുഴപ്പമില്ലാതെ പോരാണ്. നിയമം മാറി വരുമ്പോൾ KSRTCക്ക് കല്യാണം അല്ലെങ്കിൽ കുടുംബം നശിപ്പിക്കാനോ ഒരു തരത്തിലും ആളുകൾ ആ സമരത്തിന്റെ ഭാഗമായി തയ്യാറാകുന്നില്ല എന്നുള്ളത്. അല്ലെങ്കിൽ അങ്ങനെ തയ്യാറായാൽ അതിനനുസരിച്ചുള്ള പണ്ട് കോടതിയിൽ വിട്ടുവെച്ച് ജാമ്യം കിട്ടുന്ന നിലയിൽ ഇത് രണ്ടിടത്തും സംഭവിച്ചത് കൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ അത് നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കുക. പിന്നെ നാളെ ഒരു വിഷയം ഉണ്ടായിട്ട് MLA വന്ന് കാണുകയും ആ വിഷയം ഇത്തരം കാര്യങ്ങൾ മറ്റു കാര്യങ്ങളല്ല ഇത്തരം കാര്യങ്ങൾ നമുക്ക് ഈ വർഷവും എല്ലാ വർഷത്തേക്കാൾ കൂടുതൽ മെച്ചപ്പെട്ട നിലയിലേക്ക് നമുക്ക് നടത്താൻ അങ്ങനെയാണ് ഓരോ വർഷവും ഏറ്റവും മികച്ച നിലയിൽ നടത്തണം എന്നുള്ളത് തന്നെയാണ്. അതിൽ കൂടുതൽ ഏറ്റവും ഭംഗിയായി നടത്താൻ എല്ലാ ഡിപ്പാർട്ട്മെന്റിലെയും നല്ല ഇടപെടലുകളാണ്. അത് വൈദ്യുതിയുമായി ബന്ധപ്പെട്ടുള്ളത്, വാട്ടറുമായി ബന്ധപ്പെട്ടുള്ളത്, എക്സൈസ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ടുള്ളത്, പോലീസ് ഡിപ്പാർട്ട്മെന്റ്, ഫയറുമായി ബന്ധപ്പെട്ടുള്ളത്, അങ്ങനെ ഏത് മേഖല ഹെൽത്തുമായി ബന്ധപ്പെട്ടുള്ള വിഷയം. അപ്പോൾ ഈ നിലവാരമില്ലാത്ത പ്രശ്നങ്ങളൊക്കെ പറയുന്നത് അത്തരം പ്രശ്നങ്ങളൊക്കെ ഗൗരവമായി പരിശോധിക്കാൻ കഴിയുന്ന സാഹചര്യങ്ങളുണ്ടാകാം. വിവിധ വകുപ്പുകളും കരക്കമ്മിറ്റി ഭാരവാഹികളും ക്ഷേത്ര ഭരണസമിതിയും ഒരേ മനസ്സോടെ പ്രവർത്തിച്ചാൽ മഹാശിവരാത്രി ഗംഭീരമാക്കാൻ കഴിയുമെന്ന് യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് MLA പറഞ്ഞു. ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് രാധാകൃഷ്ണൻ രാധാലയം അധ്യക്ഷത വഹിച്ചു. ക്ഷേത്ര ഭരണസമിതി സെക്രട്ടറി K രമേശ് സ്വാഗതം പറഞ്ഞു. ക്ഷേത്ര ഭരണസമിതി വൈസ് പ്രസിഡന്റ് രജനീസ് ഉണ്ണിത്താൻ, ജോയിന്റ് സെക്രട്ടറി P പ്രദീപ്, വിവിധ കരകളിലെ കരനാഥന്മാർ, വിവിധ രാഷ്ട്രീയ സംഘടനാ പ്രതിനിധികളായ P അശോകൻ നായർ, N ചന്ദ്രൻ, വന്ദന സുരേഷ്, അനിൽ പാറ്റൂർ, ജയപ്രകാശ്, അശോക് ബാബു എന്നിവരും വിവിധ വകുപ്പിന്റെ പ്രതിനിധികളും പങ്കെടുത്തു. CDNet ന്യൂസ്, ചാരിമോട്.